ചില ഡ്രസ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ശിഷ്യന്മാരോട് സംസാരിക്കുകയാണ്. ആദ്യം ഉപമകൾ വഴി സംസാരിക്കുന്നതിന്റെ ഒരു കാരണം ഈശോ പറയുന്നു. പിന്നീട് ചില കാര്യങ്ങൾ ഈശോ ശിഷ്യന്മാരോട് സ്പഷ്ടമായി തുറന്നു പറയുമ്പോൾ ശിഷ്യന്മാർ പറയുകയാണ്, ഇപ്പൊ നീ കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, ഉപമകളൊന്നും കൂടാതെ നീ സംസാരിക്കുന്നുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഈശോ അവരോട് പറയുകയാണ്, നിങ്ങൾ എല്ലാവരും ഇപ്പൊ എന്റെ കൂടെയുണ്ട്, പക്ഷെ നിങ്ങൾ ചിതറിക്കപ്പെടുന്ന ഒരു സമയം വരും. നിങ്ങൾ എന്നെ ഏകനായി വിട്ട് നിങ്ങളെല്ലാവരും പല സ്ഥലങ്ങളിലേക്ക് ചിതറിക്കപ്പെടുന്ന ഒരു സമയം വരുന്നു എന്ന് പറയുകയാണ്. ഈശോയുടെ പീഡാനുഭവത്തിന്റെ സമയത്ത് ഈ ശിഷ്യന്മാരെല്ലാം ചിതറി ഓടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ ഇന്നത്തെ നമ്മൾ വായിച്ചു കേട്ട വചനഭാഗത്തിലെ ആ വചനമൊക്കെ പൂർത്തിയാകുന്നത് നമ്മൾ അവിടെ കാണുന്നുണ്ട്. എന്നിട്ട് ഈശോ പറയുകയാണ്, നിങ്ങൾ എല്ലാവരും എന്നെ ഏകനായി വിട്ട് നിങ്ങളെല്ലാവരും ചിതറി ഓടും, എന്നാലും ഞാൻ ഏകനല്ല, കാരണം എൻ്റെ പിതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുകയാണ്. ഇത് വലിയൊരു വെളിച്ചം നൽകേണ്ട ഒരു വചനമാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഒരു വിഷമമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഞാൻ ഏകനാണ്. ഞാനൊരു സമൂഹത്തിൽ വന്നാൽ അവിടെ ചിലപ്പോൾ എന്നെ ഒറ്റപ്പെടുത്തുന്ന കുറെ ആളുകളുണ്ട്. ഒരു കമ്പനിയിൽ ജോലിക്ക് ചെന്നാൽ അവിടെ ഞാൻ ഏകനാണ്, കാരണം ബാക്കി എല്ലാവരും ഗ്രൂപ്പ് വിളിച്ച് എന്നെ ഒറ്റപ്പെടുത്തുന്നു. ഞാനൊരു സംഘടനയിൽ വന്നാൽ അവിടെയും എന്നെ ഒറ്റപ്പെടുത്താനായിട്ട് കുറെ ആളുകളുണ്ട്. ഈശോ സുവിശേഷത്തിൽ നമ്മളോട് പറയുകയാണ്, നിങ്ങളെല്ലാവരും എന്നെ വിട്ട് ചിതറി ഓടിപ്പോയാൽ പോലും ഞാൻ ഏകനല്ല, കാരണം ദൈവം എൻ്റെ കൂടെയുണ്ട്, പിതാവ് എൻ്റെ കൂടെയുണ്ടെന്ന് പറയുന്നത്. നിശ്ചയമുള്ളവരെ, ഈശോ നമ്മൾ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം തന്നെയാണ്. ഈശോ നമുക്ക് ആശ്വാസം നൽകുന്ന വലിയൊരു കാര്യം തന്നെയാണ്. ആരൊക്കെ നിന്നെ വിട്ടുപിരിഞ്ഞാലും ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ദൈവം എൻ്റെ കൂടെയുണ്ട്, നിങ്ങൾ ഒരിക്കലും ഏകനല്ല. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, പക്ഷേ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു, ലോകത്തെ കീഴടക്കിയ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് ഈശോ ശിഷ്യന്മാരോട് പറയുന്നത്. ഇന്നത്തെ വചനഭാഗങ്ങൾ വായിച്ചു കഴിയുമ്പോൾ ആരൊക്കെ എന്നെ ഏകനാക്കിയാലും ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിൽ ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് നൽകട്ടെ.